കേരള PSC പരീക്ഷകൾക്ക് ജോഗ്രഫിയിൽ പെട്ടെന്ന് മാർക്ക് നേടാൻ സഹായിക്കുന്ന ഒരു എളുപ്പവിദ്യയിലേക്ക് 10ാം ക്ലാസ്സിലെ ഇപ്രാവശ്യത്തെ 2 പുതിയ പാഠങ്ങൾ. ആ പുതിയ പാഠങ്ങളൊന്ന് പഠിക്കാൻ തുടങ്ങിയാലോ? ഡീറ്റെയിൽ ആയിട്ട് ഏതെല്ലാമാണ് അധ്യായങ്ങൾ? അധ്യായം 1 പുതിയ പാഠത്തിൽ നിന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒട്ടനവധി ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ട്. അധ്യായം 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. അപ്പോൾ പഴയ പാഠം പഠിക്കണ്ടേ? ഈ 2 പാഠങ്ങളുമായി ബന്ധപ്പെട്ട പഴയ പാഠത്തിന്റെ വസ്തുതയും ചേർത്തിട്ടുണ്ട്. അത് കൂടാതെയോ കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഇപ്പൊ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ, നിലവിലുണ്ടായിട്ടുള്ള വയനാട് ദുരന്തം തൊട്ട് ആമസോണിലെ കാടുകൾ കത്തി നശിച്ചതുവരെ PSC പരീക്ഷയ്ക്ക് വരും. അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സും ചേർത്തിട്ടുണ്ട്. അങ്ങനെ 12 പഠന സെഷനുകൾ. ഇന്ന് ഒരു സെഷൻ തീർക്കാം, 1-2 സെഷൻ വെച്ചിട്ട് ഒരു ദിവസം തീർക്കാം. അങ്ങനെ ഒരു 5-6 ക്ലാസ്സുകൾ കൊണ്ട് ഈ 2 പാഠവും പഠിച്ചു തീർക്കാം. എങ്ങനെ? പഴയ പാഠത്തിലെ വസ്തുത, ഈ പുതിയ പാഠത്തിലെ മുഴുവൻ വസ്തുതകൾ, പ്ലസ് PSC മുൻകാലങ്ങളിൽ ചോദിച്ച കണക്റ്റഡ് ഫാക്ട്സ്, അത് കൂടാതെയോ നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അങ്ങനെ 2 പ്രധാന അധ്യായങ്ങളും 2000-ലധികം പ്രധാന വസ്തുതകളുമാണ് ഇപ്രാവശ്യം ഈ സീരീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, SCERT പാഠഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരള PSCക്ക്. കേരള PSC പരീക്ഷകളുടെ പ്രധാനപ്പെട്ട സോഴ്സ് SCERT പാഠഭാഗങ്ങളാണ്. ഇപ്പം SCERT പാഠഭാഗങ്ങളിൽ നമ്മൾ മുൻകാല പാഠഭാഗങ്ങളും അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെല്ലാമാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക? ഈ ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് വിശദമായ നോട്ടുകൾ കിട്ടും. അത് കൂടാതെ ഇതിൽ നിന്നുള്ള എക്സാം, ഈ പരമ്പര പ്രസിദ്ധീകരിക്കുന്ന അന്ന് 6ഓളം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ പരമ്പര പ്രസിദ്ധീകരിക്കുന്ന അന്ന് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള എക്സാമുകൾ കിട്ടും. ഈ എക്സാമും അതുപോലെ തന്നെ നോട്ടുകളും കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവിടെ ഡെയിലി പ്ലാൻ അടക്കമുണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലും ജോയിൻ ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം ആദ്യത്തേത് നമുക്ക് നോക്കാം. ആദ്യ ഭാഗം വരുന്നത് ഏതാണ്? ദിനാന്തരീക്ഷ സ്ഥിതിയാണ്. ദിനാന്തരീക്ഷ സ്ഥിതി അത് പഴയ 10ാം ക്ലാസ്സിലല്ല, 9ാം ക്ലാസ്സിലായിരുന്നു. ഇപ്രാവശ്യം 10ാം ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള മാറ്റമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? എന്താണ് കാലാവസ്ഥ? അപ്പം നമുക്ക് നോക്കാം ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ജീവജാലങ്ങളുടെ ആവാസം രൂപപ്പെട്ടിരിക്കുന്നത് ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ചിട്ടാണ്. മുൻകാല PSC ചോദ്യങ്ങളെ നോക്കുകയാണെങ്കിൽ SCERT ബുക്കിൽ ഈ ബുള്ളറ്റ് പോയിന്റ്സ് ആയി വരുന്ന കാര്യത്തിൽ നിന്ന് ഇതുപോലത്തെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഓപ്ഷൻസോ തരും. ഈ 2 എണ്ണം ഓർത്തു വയ്ക്കുക. ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആവാസം രൂപപ്പെട്ടിരിക്കുന്നത് ഭൂപ്രകൃതി, കാലാവസ്ഥ. ഏതൊക്കെയാണ്? ഭൂപ്രകൃതി. അവിടുത്തെ ഭൂപ്രകൃതി മരുഭൂമിയാണോ? അതല്ല മറ്റേ ഡെൽറ്റയാണോ? അതല്ല പീഠഭൂമിയാണോ? സമതലമാണോ? ഇങ്ങനെയുള്ള ഭൂപ്രകൃതി. കാലാവസ്ഥകൾ തന്നെ പലതരത്തിലുണ്ട്. മൺസൂൺ കാലാവസ്ഥയുണ്ട്, വരണ്ട ഉഷ്ണമേഖലാ കാലാവസ്ഥയുണ്ട്. അങ്ങനെയുള്ള കാലാവസ്ഥ, ഈ 2 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആവാസം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആവാസങ്ങളിൽ ഉണ്ടാകുന്ന ഇതൊരു സന്തുലിതാവസ്ഥ ഉണ്ട്. ഈ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും, അതായത് ആമസോണിൽ ഒരു മെക്സിക്കോയിൽ ഒരു ശലഭം ചിറകടിച്ചാൽ കേരളത്തിലെ മൺസൂണിനെ ബാധിക്കുമെന്ന് പറയുന്നൊരു കഥയുണ്ട്. എത്രത്തോളം വാസ്തവമാണ് എന്നറിയില്ല, കേട്ടിരിക്കുന്നതാണ്. പക്ഷേ എന്താണ് ഇതിനൊക്കെ ഇതിനൊരു ചാക്രികതയുണ്ട്. ഇതൊക്കെ ആവർത്തിച്ചു വരുന്നതിന്. ഇപ്പോൾ മൺസൂൺ കൃത്യമായിട്ട് ആവർത്തിച്ചു വരുന്നു. പക്ഷേ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഈ കാലാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നിരവധിയായ പ്രകൃതി ദുരന്തങ്ങൾ, നിലവിലുണ്ടായിരുന്ന 2023 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. അത് ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ പലപ്പോഴും PSCക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്. വയനാട് തൊട്ട് ആമസോൺ കാടുകൾ കത്തി തീരുന്നത് വരെ. ഇപ്പം 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഈ പാഠപുസ്തകം 10ാം ക്ലാസ്സിലെ ഇപ്രാവശ്യത്തെ പാഠപുസ്തകം പഴയ പാഠപുസ്തകം പോലെ തന്നെ പ്രധാനമാണ്. ഈ ഭൂമിശാസ്ത്രം, അതിൻ്റെ കാലാവസ്ഥ, എങ്ങനെയാണ് അവിടെ ജീവിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്ര പാഠങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ നമുക്ക് ദിനാന്തരീക്ഷ സ്ഥിതിയിലേക്ക് വരാം. ദിനാന്തരീക്ഷ സ്ഥിതി വെതർ എന്ന് പറയും. കാലാവസ്ഥ ക്ലൈമറ്റ് എന്ന് പറയും.
വെതറും ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥ ക്ലൈമറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പരീക്ഷയ്ക്ക് പണ്ട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ഒരു നിശ്ചിത പ്രദേശത്ത്, ഇപ്പം എൻ്റെ പ്രദേശം കേരളമാണ്, ഇപ്പം കേരളത്തിൽ ഹ്രസ്വ കാലയളവിൽ, ചുരുങ്ങിയ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില. ഇന്നത്തെ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല കനത്ത മഴയായിരിക്കും, ഇന്ന് ചൂട് കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രദേശത്താണ്, എൻ്റെ പ്രദേശത്താണ്, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ കേൾക്കാറില്ലേ? അങ്ങനെ ഒരു പ്രദേശത്ത്, ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ അനുഭവപ്പെടുന്ന അവിടുത്തെ താപനില എന്താണ്, അവിടുത്തെ അന്തരീക്ഷ മർദ്ദം എന്താണ്, വേഗത്തിൽ കാറ്റുകൾ അടിക്കും അല്ലേ, അവിടുത്തെ ആർദ്രത എന്താണ്, ആർദ്രത എന്താ നമുക്ക് മുന്നും മനസ്സിലാക്കാം. അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ തൊട്ട് ചിലപ്പോൾ എന്തു വാങ്ങാം, ആലിപ്പഴം വീഴ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പം ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വ കാലവേളയിലേക്കാണ്, ഒരു നിശ്ചിത പ്രദേശത്തേക്കുള്ള ഇത്തരം കാര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്തെല്ലാമാണ് ഓർത്തിരിക്കണം, ബുള്ളറ്റ് പോയിന്റിലായിട്ടുള്ളതാണ്. ഒന്ന് അന്തരീക്ഷ താപനില. ഈ അന്തരീക്ഷ താപനില എങ്ങനെ മാറുക? സൂര്യപ്രകാശത്തിൻ്റെ അളവനുസരിച്ച് മാറുന്ന ചൂട് തണുപ്പിൻ്റെ അളവ്. അന്തരീക്ഷ താപനില ഉണ്ട്. അന്തരീക്ഷ മർദ്ദം, ഒരു ദിനാന്തരീക്ഷ സ്ഥിതിയെ, എന്താ പറയുക അതിന്, ദിനാന്തരീക്ഷ സ്ഥിതിയെ, അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിയാണ്. അവിടെ കാലാവസ്ഥ എന്നുള്ള വാക്കില്ല, വെതർ എന്നാണ്. വെതറിന് പലപ്പോഴും നമ്മൾ കാലാവസ്ഥ എന്ന് പറയും, പക്ഷെ വെതർ എന്ന് പറഞ്ഞാൽ ദിനാന്തരീക്ഷ സ്ഥിതിയാണ്. ആ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അവിടുത്തെ അന്തരീക്ഷ താപനില. അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. മറന്നു പോകരുത് കേട്ടോ, അത് ചോദിക്കാറുണ്ട് ഡെഫിനിഷൻ. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെയാണ് എന്തെന്ന് പറയുന്നത്, അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. കാറ്റുകൾ എന്ന് പറഞ്ഞാൽ കാറ്റ് ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും, അതിനെ കാറ്റ് എന്ന് പറയാറില്ല. വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ്. വായു എ എന്നുള്ള സ്ഥലത്ത് നിന്ന് ബി എന്നുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലാതെ വായു ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതോ അവിടെ നിന്ന് തണുത്ത് താഴോട്ട് വീഴുന്നതോ അല്ല. വായുവിൻ്റെ തിരശ്ചീനമായ ചലനത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത്. ആർദ്രത, അതെന്താണ്? അന്തരീക്ഷത്തിൽ ജലാംശമുണ്ട്, അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. വർഷണം എന്ന് പറഞ്ഞാൽ മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. ഇതെല്ലാമാണ് ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന് വർഷണം, മറ്റൊന്ന് എന്താണ്, അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവ്, ആർദ്രത, കാറ്റുകൾ, തിരശ്ചീനമായ വായുവിൻ്റെ ചലനം, അന്തരീക്ഷ മർദ്ദം, ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ഭാരം, അന്തരീക്ഷ താപനില, സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസരിച്ച് മാറുന്ന ചൂട്, തണുപ്പ്, ഇതിൻ്റെ അളവ്. ഇതാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതറിനെ സ്വാധീനിക്കുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിളിക്കുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ഘടകങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി കാലാവസ്ഥ എന്താ? കാലാവസ്ഥ ഒരു ചെറിയ പ്രദേശത്തല്ല, ഒരു വിശാല പ്രദേശത്ത്, ഒരു വിശാലമായ പ്രദേശത്ത് ദീർഘകാലമായി, ഹ്രസ്വകാലത്തേക്കല്ല, അത് ദിനാന്തരീക്ഷ സ്ഥിതിയാണ്. ഏകദേശം 35 മുതൽ 40 വർഷം വരെ അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഒരു ദിവസത്തെയോ ഒരു ഹ്രസ്വകാലത്തെയോ അല്ല, നിരന്തരമായി വർഷങ്ങളായി. ഇപ്പം നമുക്കവിടെ മൺസൂൺ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ജൂണിലും മൺസൂൺ വരുന്നുണ്ട്, കുറച്ച് കാലങ്ങളായിട്ട് പതിവതാണ്. അപ്പോൾ ഒരു 35 മുതൽ 40 വർഷം വരെ അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദിനാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാലത്തേക്കാണ്, എന്നാൽ എന്താണ് കാലാവസ്ഥ എന്ന് പറയുന്നത്? അത് ദീർഘകാലത്തേക്കാണ്. ഇതിനെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയെയാണ് വെതർ എന്ന് പറയുന്നത്. അത് പ്രദേശം, നിശ്ചിത സ്ഥലമാണ് ദിനാന്തരീക്ഷ സ്ഥിതിയിൽ. അതേസമയം കാലാവസ്ഥയിൽ അത് വിശാല ഭൂപ്രദേശമാണ്. സവിശേഷം എന്താണ്? ദിനാന്തരീക്ഷ സ്ഥിതി ഇന്നത്തെ സ്ഥിതി ആവില്ല നാളത്തേക്ക്. ഇന്ന് കൊടും മഴയാണെങ്കിൽ
നാളെ അതായിരിക്കില്ല. എന്നാൽ സ്ഥിരമായ പാറ്റേൺ ആയിരിക്കും കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് മഴ പെയ്യുന്നു, കേരളത്തിൽ മൺസൂൺ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ദിനാന്തരീക്ഷ സ്ഥിതി ഹ്രസ്വകാലത്തേക്കാണ്. അതേസമയം ദീർഘകാലം 35 മുതൽ 40 വർഷം വരെയുള്ള അവിടുത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. പ്രദേശം നിശ്ചിത സ്ഥലമാണ്, മറ്റത് വിശാല ഭൂപ്രദേശമാണ്. സവിശേഷത ദിനാന്തരീക്ഷ സ്ഥിതി പെട്ടെന്ന് മാറുന്നു, അത് മറ്റേതൊരു സ്ഥിരമായ പാറ്റേൺ ആണ്. ഉദാഹരണം, ഇന്ന് മഴ പെയ്യുന്നു, മറ്റത് കേരളത്തിൽ മൺസൂൺ കാലാവസ്ഥ. അപ്പോൾ കാലാവസ്ഥയുടെ സ്വാധീനം എവിടെയെല്ലാം ഉണ്ട്? കാലാവസ്ഥ, ദിനാന്തരീക്ഷ സ്ഥിതിയല്ല, കാലാവസ്ഥ എന്തെല്ലാം സ്വാധീനിക്കുന്നു? സസ്യജന്തുജാലങ്ങളിലും മനുഷ്യ ജീവിതത്തിലുമുള്ള വൈവിധ്യം നിർണ്ണയിക്കുന്നത്. വൈവിധ്യം, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള സസ്യജാലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ കാലാവസ്ഥ സസ്യജാലങ്ങളുടെയും മനുഷ്യരുടെയും ഇടയിലുള്ള വൈവിധ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മനുഷ്യ ജീവിതം, മനുഷ്യന്റെ ആഹാരക്രമം, ആ കാലാവസ്ഥക്കനുസരിച്ച് ആണ് ആഹാരക്രമം. വസ്ത്രധാരണം, ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ഓരോ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ഭവന നിർമ്മാണം, അതിനനുസരിച്ചിട്ട് വേണം വീട് വയ്ക്കാൻ. നല്ല മഴ പെയ്യുന്നിടത്തുള്ള വീടല്ല, മഴ ഒട്ടും പെയ്യാത്തടത്തുള്ള വീട്. തൊഴിൽ അതിനനുസരിച്ചിട്ടായിരിക്കും. ശാരീരികവും മാനസികവുമായ സ്വാധീനങ്ങളുണ്ട്. അടുത്തത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. അതിൻ്റെ മുഴുവൻ പേര് ഓർത്തിരിക്കുക, അത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതാ എന്തിൻ്റെ കീഴിലാണ്, ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ഭൗമശാസ്ത്ര മന്ത്രാലയം. അതിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക, അത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ആസ്ഥാനം ഡൽഹിയിലാണ്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. IMD എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ? കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്നു. 24x7 മണിക്കൂറും അത് കാലാവസ്ഥാ നിരീക്ഷണവും ഡാറ്റ ശേഖരിക്കുകയും ചെയ്യും. ദൈനംദിന, സാപ്താഹിക, മാസിക പ്രവചനങ്ങൾ, അതായത് ദൈനംദിന കാലാവസ്ഥ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഒരു കുറച്ച് ദീർഘകാലത്തേക്കുള്ള കാലാവസ്ഥ പറഞ്ഞു തരും. ദുരന്ത മുന്നറിയിപ്പുകൾ IMDയുടെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുക. ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ. ഓർക്കുക, ദുരന്ത മുന്നറിയിപ്പ് നൽകേണ്ടത് ഏതാണ്? ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകളാണുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല, അന്റാർട്ടിക്കയിലുമുണ്ട്. ഇനി നമുക്ക് അന്തരീക്ഷമർദ്ദം എന്താണെന്ന് പഠിക്കാം, അല്ലേ? നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അന്തരീക്ഷമർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അന്തരീക്ഷമർദ്ദം? ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷത്തിലെ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷത്തിൽ വായു ഉണ്ട്, അത് ചെലുത്തുന്ന ഭാരമാണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. ഉച്ചമർദ്ദം എന്ന് പറയുമ്പോൾ ഉയർന്ന മർദ്ദം ഉണ്ടാവും ചില സമയത്ത്. അപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്, കുറഞ്ഞ മേഘസാധ്യതയാണ്. നല്ല പ്രഷറുള്ളപ്പോൾ എന്താണ് അവിടെ? തെളിഞ്ഞ കാലാവസ്ഥയും കുറഞ്ഞ മേഘസാധ്യതയുമാണ്. നല്ല മർദ്ദമുള്ളപ്പോൾ വായു താഴേക്ക് സഞ്ചരിക്കുന്നു, മേഘരൂപീകരണം തടയുന്നു. മേഘം ഉണ്ടാവണമെങ്കിൽ വായു മുകളിലേക്ക് പോകണം. നല്ല മർദ്ദമുള്ള സ്ഥലത്ത് തണുത്തുറഞ്ഞ വായു താഴത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും, മേഘങ്ങളില്ല, മേഘങ്ങൾ വളരെ കുറവായിരിക്കും, മേഘരൂപീകരണം പ്രായേണ കുറവായിരിക്കും, അസാധ്യമായിരിക്കും. ന്യൂനമർദ്ദത്തിലോ മേഘരൂപീകരണം നടക്കും. ന്യൂനമർദ്ദം ഉണ്ടായാൽ മേഘരൂപീകരണം നടക്കും, കാരണം വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരും. അപ്പോൾ മഴ സാധ്യതയുണ്ട്. ന്യൂനമർദ്ദത്തിൽ തന്നെ ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം വരുമ്പോഴാണ് ചുഴലിക്കാറ്റും വരിക. അപ്പോൾ വായു മുകളിലേക്ക് ഉയരുന്നു, തണുത്ത് മേഘങ്ങൾ ഉണ്ടാകുന്നു. ഇനി ചില ഏകകങ്ങൾ നിങ്ങൾ ഓർക്കണം. മില്ലി ബാർ, ഹെക്ടൽ പാസ്കൽ, ഇതൊക്കെ അന്തരീക്ഷത്തെ മർദ്ദത്തെ അളക്കാനുള്ള ഏകകങ്ങൾ അഥവാ യൂണിറ്റാണ്. വെള്ളം അളക്കുക ലിറ്ററിലാണ്, നീളം അളക്കുക സെൻറ്റിമീറ്ററിലും മീറ്ററിലും കിലോമീറ്ററിലുമാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ 2 യൂണിറ്റുകൾ ഓർക്കുക. ഒന്ന് മില്ലി ബാർ, മറ്റൊന്ന് ഹെക്ടോ പാസ്കൽ. ഒരു മില്ലി ബാർ എന്ന് പറയുന്നത് ഒരു ഹെക്ടോ പാസ്കൽ അല്ല, അത് അവിടെ തെറ്റിയിട്ടുണ്ട്, ഞാൻ പിന്നീട് പറയാം. ഇനി അടുത്തത് ഉപകരണമാണ്, ബാരോമീറ്റർ. അതായത് ഇത് അളക്കാനുള്ള ഉപകരണം വേണ്ടേ? യൂണിറ്റ് പറഞ്ഞു നമ്മൾ, സ്കെയിൽ പോലെ. ഇപ്പം നമ്മൾ എന്ത് അളക്കാൻ വേണ്ടിയിട്ട്? നീളം അളക്കാൻ വേണ്ടി സ്കെയിൽ ഉപയോഗിക്കും. ഏകകമാണ് സെൻറ്റിമീറ്ററും മീറ്ററും കിലോമീറ്ററും.
ഓക്കെ, വെള്ളം അളക്കാൻ വേണ്ടി ലിറ്റർ ഉപയോഗിക്കും, ഇത്ര ലിറ്റർ ഏകകമാണ്, എന്നാൽ അതിന് പാത്രം വേണം അല്ലേ. ഇതുപോലെ ഇത് അളക്കാനുള്ള എന്താണ് ഉപകരണം പലപ്പോഴും ചോദിക്കാറുണ്ട്. ബാരോമീറ്റർ, രണ്ട് തരത്തിലുള്ള ബാരോമീറ്ററുകളുണ്ട്. മെർക്കുറി ബാരോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ. അപ്പോൾ എത്ര തരത്തിലുള്ള ബാരോമീറ്ററുകളുണ്ട്? മെർക്കുറി ബാരോമീറ്ററുമുണ്ട്, അനറോയിഡ് ബാരോമീറ്ററുമുണ്ട്. ഇനി മറ്റൊന്നാണ് മാനകമർദ്ദം, സ്റ്റാൻഡേർഡ് പ്രഷർ. സമുദ്രനിരപ്പിൽ നിന്ന് ആണ് കണക്കാക്കുക. അവിടെ 1013.25 MB എന്ന് പറയും. ഇതാണ് മാനകമർദ്ദം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും നിരപ്പിൽ 1013.25 ശരാശരി മർദ്ദം. നമുക്ക് എല്ലായിടത്തും ശരിയായി കാണുന്നത്, ഇതിലേറ്റ കുറച്ചിലുണ്ടായിരിക്കും. ഇനി എന്താണ് ആർദ്രത? അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ എത്ര ജലബാഷ്പം അടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അന്തരീക്ഷത്തിൽ ജലമുണ്ട്. ഇപ്പം ഇന്ന് മഴ പെയ്താൽ നമുക്ക് ഇവിടെയൊക്കെ ജലബാഷ്പമുണ്ട്, കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ആർദ്രതയുടെ തരങ്ങൾ. സാപേക്ഷിക ആർദ്രതയുണ്ട്, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവാണ്. ഒരു പ്രത്യേക താപനിലയിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന പരമാവധി ജലബാഷ്പത്തിൻ്റെ എത്ര ശതമാനം നിലവിലുണ്ട് എന്ന് കാണിക്കുന്നു. ഒരു പ്രത്യേക താപനിലയിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിൻ്റെ എത്ര ശതമാനം നിലവിലുണ്ട്? ഉദാഹരണം 80% സാപേക്ഷികത ആർദ്രത എന്ന് പറഞ്ഞാൽ ആ വായുവിൽ ഈ ചൂടിൽ, ഈ ടെമ്പറേച്ചറിൽ 100 ജലകണികകൾ, ഞാൻ അങ്ങനെയല്ല നിങ്ങൾക്ക് ഉദാഹരണം പറയാണ്, 100 ജലകണികകൾ ഉൾക്കൊള്ളാൻ പറ്റുവെച്ചാൽ ഇപ്പം 80 ഉള്ളൂ. ഇതിനെയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. 80% ഉള്ളൂ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ. അതായത് ഒന്നുകൂടി മനസ്സിലാക്കുക, ഒരു പ്രത്യേക താപനിലയിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിൻ്റെ എത്ര ശതമാനം നിലവിലുണ്ട് എന്നുള്ളതിനെയാണ് സാപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. കേവല ആർദ്രത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ യഥാർത്ഥ അളവാണ്. കേവല ആർദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വായുവിൽ ഇപ്പം എത്ര ജലബാഷ്പമുണ്ട്, അതാണ് കേവല ആർദ്രത. അങ്ങനെയുള്ള ആ ജലബാഷ്പം യഥാർത്ഥത്തിൽ നിശ്ചിത ടെമ്പറേച്ചറിൽ ആ വായുവിന് അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിൻ്റെ എത്ര ശതമാനം ആണ് എന്നുള്ളതാണ് സാപേക്ഷിക ആർദ്രത പറയുന്നത്. ശാരീരിക സ്വാധീനമുണ്ട്. ആർദ്രത കൂടുമ്പോൾ വേർപ്പ് കൂടും, വേർപ്പ് ബാഷ്പീകരിക്കുന്നത് തടസ്സപ്പെടും. ആർദ്രത കൂടുമ്പോൾ വേർപ്പ് ബാഷ്പീകരിക്കുന്നത് തടസ്സപ്പെടും. ബാഷ്പീകരിച്ചാൽ മാത്രമാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുള്ളൂ. അതുകൊണ്ട് ഗൾഫിലുള്ള ചൂടിന് അത്ര ചൂട് ഇവിടെ ഇല്ല, പക്ഷേ നമുക്കിവിടെ ചൂട് കൂടും. കാരണം സമുദ്ര സാമീപം, കടലിൻ്റെ അടുത്താണ്, ഇവിടെ ആർദ്രത കൂടുതലാണ്. ഗൾഫ് കുറേ കൂടി അകന്നിട്ടാണ്, അപ്പോൾ അത്ര മാത്രം എടുക്കില്ല. സമുദ്ര സാമീപ്യം. ആർദ്രത കൂടുന്നത് വിയർപ്പ് ബാഷ്പീകരണത്തിനെ തടസ്സപ്പെടുത്തുകയും പുഴുക്കമുള്ള കാലാവസ്ഥ, നല്ല പുഴുക്കാണെന്നൊക്കെ പറയില്ലേ, മേഘരൂപീകരണത്തിനും വർഷണത്തിനും ആർദ്രത ആവശ്യമാണ്. ആർദ്രത ഉണ്ടെങ്കിലാണ് മേഘങ്ങൾ രൂപീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ വർഷണം, മഴയായിട്ടും ഒക്കെ. ഗൾഫിൽ എന്തുകൊണ്ടത് കുറവാണ്? അവിടെ ആർദ്രത കുറവാണ്. മറ്റ് പല ഘടകങ്ങളുമുണ്ട്. ഇത് അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ നമ്മൾ ബാരോമീറ്റർ പറഞ്ഞതുപോലെ ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ, അതും ഇതിനു വേണ്ടി ഉപയോഗിക്കും. വർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലെ ജലബാഷ്പം, അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു? ജലബാഷ്പം ഉണ്ടായി വരുന്നുണ്ട്, ബാഷ്പീകരിക്കപ്പെട്ടിട്ട് ആ ജലബാഷ്പം ഘനീഭവിച്ച് മേഘങ്ങളായി മാറും. പിന്നീട് അത് ദ്രാവകമായോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കും. ചിലപ്പോൾ ആലിപ്പഴമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മഴവെള്ളമായിട്ടായിരിക്കാം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ വർഷണം എന്ന് പറയുന്നത്. അതായത് ബാഷ്പീകരിക്കപ്പെട്ട ജലം പിന്നീട് ദ്രാവകമായോ ഖരരൂപത്തിലോ തിരിച്ചു ലഭിക്കും. ഭക്ഷണത്തിൻ്റെ തരങ്ങൾ എന്ന് പറഞ്ഞാൽ മഴ. ഏറ്റവും സാധാരണമായ ഭക്ഷണ രൂപമാണ് മഴ എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണമായ വർഷരൂപം അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മഴ എന്ന് പറയുന്നത്. ദ്രാവക രൂപത്തിലുള്ള ജലമാണ് താഴത്തേക്ക് വരുന്നത്. ഏതാണ് താഴത്തേക്ക് വരുന്നത്? ദ്രാവക രൂപത്തിലുള്ള ജലം. അടുത്തതോ മഞ്ഞുവീഴ്ച. എന്താ മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്? താപനിലയിൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെ ജലബാഷ്പം മഞ്ഞുകണങ്ങളായിട്ട് മാറും. മഞ്ഞുവീഴ്ച എന്ന് പറഞ്ഞാൽ സാധാരണയായി ദ്രാവക രൂപത്തിൽ ജലം താഴത്തേക്ക് വരുന്നതാണ് മഴ. എന്നാൽ താപനില 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെയാണെങ്കിൽ
ജലബാഷ്പം മഞ്ഞുകണമായിട്ട് മാറും. അപ്പം അതിനെ മഞ്ഞുവീഴ്ച എന്ന് പറയും. ആലിപ്പഴമോ? ഇടിമിന്നലിൽ മേഘങ്ങളിലുള്ള ഖരരൂപത്തിലുള്ള ഐസ് കഷ്ണങ്ങൾ താഴത്തേക്ക് വരും. അവിടെ ഖരരൂപത്തിലുള്ള ഐസ് കഷ്ണങ്ങൾ താഴത്തേക്ക് വരുമ്പോഴാണ് അതിനെ ആലിപ്പഴം എന്ന് പറയുന്നത്. മഞ്ഞുകട്ട എന്ന് പറയുന്നത് മഴയും മഞ്ഞും കലർന്നതാണ്. തണുത്തുറഞ്ഞ മഴത്തുള്ളികളെയാണ് നമ്മളിവിടെ മഞ്ഞുകട്ടകൾ എന്ന് പറയുന്നത്. മഞ്ഞ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ തണുത്ത പ്രതലങ്ങളിൽ ജലബാഷ്പം ഘനീഭവിച്ചുണ്ടാകുന്നതാണ്. അപ്പോൾ ഏതെല്ലാം ഉണ്ട്? മഴയുണ്ട്, മഞ്ഞുവീഴ്ചയുണ്ട്, ആലിപ്പഴമുണ്ട്, മഞ്ഞുകട്ടയുണ്ട്. മറ്റൊന്നാണ് മഞ്ഞ്. അത് രാത്രിയിൽ തണുത്ത പ്രതലങ്ങളിൽ ജലബാഷ്പം ഘനീഭവിച്ചുണ്ടാകുന്നതാണ്. ഇത് അളക്കുന്നത് പല ഏകകങ്ങളുണ്ട്. സാധാരണ മഴയെ അളക്കാൻ നമ്മൾ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററിലും പറയും. ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു, ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു. അതിനുള്ള ഉപകരണമാണ് റെയിൻ ഗേജ്. 24 മണിക്കൂറിലെ മഴയുടെ അളവാണ്. അതായത് ഒരു പ്രദേശത്ത് ആ റെയിൻ ഗേജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ റെയിൻ ഗേജിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം മഴയിൽ അത് 24 സെൻറ്റിമീറ്റർ വരെ ഉയരമുണ്ടെങ്കിൽ അന്നത്തെ മഴ 24 സെൻറ്റിമീറ്റർ ആണ്. ഇനി മറ്റൊന്നാണ് ജലചക്രം. ജലചക്രത്തെക്കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. ആ ജലചക്രം എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണം നടക്കുന്നു. എന്താണ്? സൂര്യന്റെ താപത്താൽ ഭൗമോപരിതലത്തിലുള്ള ജലം നീരാവിയായിട്ട് മാറുന്നു. ഇതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. സൂര്യന്റെ ചൂടുകൊണ്ട് ജലോപരിതലത്തിലുള്ള കണികകൾ എന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നു. ഘനീഭവനം. എന്നിട്ട് ഈ ജലബാഷ്പം തണുത്ത് ജലകണികകളായിട്ട് മാറുന്നു. ഈ നീരാവി തണുത്ത് ജലകണികകളായിട്ട് മാറുന്നു. എന്നിട്ട് ആ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മഞ്ഞ്, മഴ എന്നിവയായി പെയ്യുന്നു. അത് പെയ്ത് അത് ഒഴുകി നദികളിലൂടെ ഒഴുകി വീണ്ടും ജലാശയങ്ങളിലോ അതല്ലെങ്കിൽ പുഴയിലോ കടലിലോ എത്തുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? കടലിൽ നിന്ന് സൂര്യന്റെ ചൂട് കൊണ്ട് ജലം ബാഷ്പീകരിച്ച് നീരാവിയായി മാറുന്നു. നീരാവി മുകളിലേക്ക് ഉയർന്ന് തണുത്ത് ജലമായി മാറി മഞ്ഞ്, മഴ, മറ്റേ ആലിപ്പഴ വീഴ്ച എന്നൊക്കെ പറയുന്ന രീതിയിൽ അതെന്തായിട്ട് മാറുന്നു? താഴത്തേക്ക് പതിക്കുന്നു. ആ പതിച്ചത് വീണ്ടും നീരരുവികളിലൂടെ ഒഴുകി ജലാശയങ്ങളിലും സമുദ്രത്തിലും എത്തുന്നു. ഈ സൈക്കിളിനെയാണ് ജലചക്രം എന്ന് പറയുന്നത്. അപ്പം ജലചക്രത്തിൻ്റെ സ്റ്റേജ് നോക്കുമ്പോൾ ബാഷ്പീകരണം, ഘനീഭവനം, കണ്ടൻസേഷൻ, അത് നീരാവി തണുത്തുറഞ്ഞ് ജലകണികയായി മാറുന്നത്. പിന്നീട് അത് താഴത്തേക്ക് വീഴുന്നത് വർഷണം. അത് കഴിഞ്ഞാൽ ആ വർഷിച്ച മഴ അല്ലെങ്കിൽ ജലം അത് ഒഴുകി നീരരുവികളിലൂടെ ഒഴുകി ജലാശയങ്ങളിലേക്കോ കടലുകളിലേക്കോ എത്തുന്നതും പിന്നീട് അവിടെ നിന്ന് വീണ്ടും ബാഷ്പീകരണം നടത്തി അത് നീരാവിയായി മാറുന്നു. ആ പ്രോസസ്സ് ആരംഭിക്കുന്നു. ഇപ്പം വായു ഉയരുന്നു. നീരാവിയോടൊപ്പം വായു ഉയരും, ചൂടുപിടിച്ച വായു. എന്നിട്ട് ആ വായു തണുക്കുന്നു, ജലബാഷ്പം പൂരിതാവസ്ഥയിലെത്തുന്നു, ഘനീഭവനം നടക്കുന്നു, മേഘങ്ങൾ രൂപപ്പെടുന്നു. ഇങ്ങനെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കൂടി നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് കറണ്ട് അഫയേഴ്സ്? ഇതുമായി ബന്ധപ്പെട്ട് മുൻകാല PSകളിൽ ചോദിച്ച മറ്റു വസ്തുതകൾ എന്തെല്ലാം കൂടി ആണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഫസ്റ്റിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്തെല്ലാമാണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഓർക്കാനുള്ളത് ഒരു മിനിറ്റ്. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിലും സമീപകാല സംഭവങ്ങൾ നമ്മൾ നോക്കണം. കാരണം കാലാവസ്ഥയ്ക്ക് ചെറിയ മാറ്റം വന്നാൽ പ്രകൃതി ദുരന്തം ഉണ്ടാകും. അതിൽ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് 2024 വയനാട് ഉരുൾപൊട്ടലാണ്. അതിൽ 225-ലധികം മരണം നടന്നിട്ടുണ്ട്. മറ്റത് ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ അവിടെ സൗദിയിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ 1300-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. 51 ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരുന്നു. കാനഡയിൽ വനാഗ്നി ഉണ്ടായിട്ടുണ്ട്, കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ കാട്ടുതീ പടരുന്നു, കാനഡയിൽ കാട്ടുതീ പടരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഓർക്കണം. ലിബിയയിൽ പ്രളയ മരണം ഉണ്ടായിട്ടുണ്ട്. ലിബിയയിൽ പ്രളയം വന്ന് 11,000-ലധികം ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലിബിയയിലെ പ്രളയമരണം, കാനഡയിലെ കാട്ടുതീ, സൗദിയിൽ ഹജ്ജിന് പോയ ആളുകൾ ഉയർന്ന ചൂടിൽ, 2024 വയനാട്ടിലെ ഉരുൾപൊട്ടൽ മരണം. ഇതെല്ലാം തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായ പ്രധാന സംഭവങ്ങളാണ്. ഒന്നും കൂടി നമുക്ക് വിശദമായി പോവാം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ, ആ രണ്ട് പ്രദേശങ്ങളിൽ കൂടി നന്നായിട്ട് ഓർത്തിരിക്കണം. മുണ്ടക്കൈയും ചൂരൽമലയും, അവിടെയാണ് ഉരുൾപൊട്ടൽ കാര്യമായി നടന്നത്. അത് എന്നാണ് നടന്നത്? 2024 ജൂലൈ 30-നാണ്. എന്നാണ്
2024 ജൂലൈ 30-നാണ്. 225-ലധികം മരണമാണ്. 24 2 അതിനോട് ഒന്ന് കൂട്ടിയ 225 ജൂലൈ മാസമാണ് 30-ാം തീയതിയാണ്. 100 കണക്കിന് ആളുകളെ കാണാതായി. 2019 കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടലിന് ശേഷമുണ്ടായ വലിയൊരു നാശനഷ്ടമാണ്. കവളപ്പാറ പുത്തുമല അത് 2019-ലാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ 2024 ജൂലൈ 30-ന് 25-ലധികം മരണം. 2024 ആഗോള തലത്തിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ. ഹജ്ജ് തീർത്ഥാടന കാലത്ത് സൗദിയിൽ 1300-ലധികം മരണം. 51 ഡിഗ്രി സെന്റിഗ്രേഡ് താപനില എത്തിയപ്പോഴാണ്. യൂറോപ്പിലെ അതിവർഷണവും പ്രളയവും. ഇന്ത്യയിലെ തന്നെ ഉയർന്ന താപനില റെക്കോർഡുകൾ. അതിൽ 2023-ലാണ് കാനഡയിൽ വനാഗ്നി വന്നത്. 18 ദശലക്ഷം ഹെക്ടർ സ്ഥലത്തുള്ള കാടാണ് കത്തി നശിച്ചു പോയത്. 2023 കാനഡയിലാണ് കാട്ടുതീ. 2023 തന്നെ ലിബിയയിൽ വൻ പ്രളയം നടന്നു. 2023 വൻ പ്രളയം നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ലിബിയയാണ്. 11,000-ലധികം ആളുകളാണ് മരിച്ചത്. 2013 ഗ്രീസിലും 23 ഗ്രീസിലും അൾജീരിയയിലും ഇതുപോലെ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. ആഗോള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഉച്ചകോടികൾ PSC പരീക്ഷകൾക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സമീപകാല സ്ഥാപനങ്ങളിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് COP28. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. COP28 2023 ദുബായിയിലാണ്. 2023 ദുബായിയിലാണ്. കാലാവസ്ഥ ഉച്ചകോടിയാണ്. അവിടെ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ചരിത്രപരമായ തീരുമാനം എടുക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സാണ്. അത് കത്തുമ്പോൾ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പെട്രോള്, കൽക്കരി തുടങ്ങിയ സംഭവങ്ങളെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ജൈവാവശിഷ്ടങ്ങൾ ഭൂമിക്കടിയിൽ ദശലക്ഷക്കണക്കിന് വർഷം അവിടെ കടന്ന് അടിയിൽ കടന്ന് അതിന് രൂപമാറ്റം ഉണ്ടായാണ് എന്തുണ്ടാകുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്. ആ ഫോസിൽ ഇന്ധനങ്ങൾ എടുത്താൽ തീരും എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുമ്പോൾ കാലാവസ്ഥയ്ക്ക് പ്രതികൂലമായ, കാലാവസ്ഥാ മാറ്റത്തിന് പ്രതികൂലമായ ഉണ്ടാവാൻ കാരണമായ ഒട്ടനവധി ഘടകങ്ങൾ അതിലുണ്ട്. അപ്പോൾ അത് ആ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മറികടക്കുക, ഹൈഡ്രജൻ പോലെ, സൗരോർജം പോലെയുള്ള മറ്റു ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുക. ഇത് നടന്നത് 2023 മുതലാണ് COP28 മാറിയത്. അവിടെ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ന്യായവും കാര്യക്ഷമവും തുല്യവുമായ രീതിയിൽ മാറാൻ തീരുമാനിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള ലോകത്തിൻ്റെ ആദ്യത്തെ ആഗോളതല ശ്രമങ്ങളിലെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറാനുള്ള തീരുമാനം. COP 2023 ദുബായിലാണ്. COP 2023. COP തന്നെ 2029 2024 ബാക്കുവിലാണ്. COP29 എന്ന് പറയുന്നത് 2024 ബാക്കുവിലാണ്. അസർബൈജാനിലാണ് ബാക്കു എന്ന് പറയുന്നത്. വികസ്വര രാജ്യങ്ങൾക്ക് കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. വികസ്വര രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ നടത്താൻ സാധാരണ കാശുണ്ടാവില്ല. അപ്പോൾ അവരെ സഹായിക്കാൻ ഉള്ള ഒരു സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് അസർബൈജാനിൽ ബാക്കുവിൽ നടന്ന സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. ആ COP 2024 2023 ഇന്ത്യയിൽ നടന്ന G20-യിലും അങ്ങനത്തെ ഒരു തീരുമാനമുണ്ട്. വസുദൈവ കുടുംബകം എന്ന ടാഗ് ലൈനിൽ നടന്ന ആ സമ്മേളനം അത് ഹരിത വികസനത്തിൻ്റെ പ്രാധാന്യമാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, അതായിരുന്നു അതിൻ്റെ ടാഗ് ലൈൻ. ഹരിതവും സുസ്ഥിരവുമായ വികസനത്തിന് അവിടെ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. അത് നടന്ന വർഷം ഒന്ന് ഓർക്കണം. അത് 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പാരീസ് ഉടമ്പടി നമ്മൾ ഒന്നുകൂടി പുതുക്കി 2015. അത് 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് കുറയ്ക്കാനായിരുന്നു. 1997 ഹരിതഗൃഹവാതകങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി. ശ്രദ്ധിക്കണം, 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഓസോൺ പാളിയുടെ ചോർച്ചയായിരുന്നു വിഷയം. അത് പരിഹരിക്കാനാണ്. 1987 അത് മോൺട്രിയൽ പ്രോട്ടോകോളാണ്, ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ടതാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ 1997
ക്യോട്ടോ പ്രോട്ടോക്കോളാണ് ഹരിതഗൃഹവാതകങ്ങൾ. വീണ്ടും അത് പാരീസിലെത്തുന്നുണ്ട്. ആ പാരീസ് ഉടമ്പടി വീണ്ടും എത്തുന്നത് 1.5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് ആഗോളതാപനം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആഗോളതാപനത്തെ 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ വെച്ചിട്ട് ആ ചൂടാവുന്നതിന് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവിടുത്തെ തീരുമാനം. IMD-യുമായി ബന്ധപ്പെട്ട ചില സമകാലിക വിവരങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന്, ഡോപ്ലർ വെദർ റഡാർ നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിക്കും. എന്താണ് ഡോപ്ലർ വെദർ റഡാർ നെറ്റ്വർക്ക്? IMD-യുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയാണ്. മഴ, കാറ്റിന്റെ വേഗത, ദിശ എന്നിവ അളക്കാൻ സഹായിക്കുന്ന നൂതന റഡാർ സാങ്കേതിക വിദ്യയാണ് ഡോപ്ലർ വെദർ റഡാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ചുഴലിക്കാറ്റുകൾ, കനത്ത മഴ, കൊടുങ്കാറ്റുകൾ തുടങ്ങിയ കഠിനമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനും 3 to 6 മണിക്കൂർ മുമ്പെങ്കിലും ഈ മുന്നറിയിപ്പ് നൽകുന്നതിനും നിർണായകം. അതിന് പറയുന്ന പേര് ഡോപ്ലർ വെദർ റഡാർ നെറ്റ്വർക്ക് എന്നാണ്. വെദർ എന്ന് പറഞ്ഞാൽ ദിനാന്തരീക്ഷ സ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. അതിലല്ലേ നമുക്ക് മുന്നറിയിപ്പ് വേണ്ടത്. മൗസിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാലാവസ്ഥാ വകുപ്പിന്റെ മൊബൈൽ ആപ്പാണ് മൗസിൻ എന്ന് പറയുന്നത്. മൗസിം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്നുള്ള വാക്ക് ഉണ്ടാവുന്നത്. മൗസിം എന്ന് പറഞ്ഞാൽ ദിശ മാറുന്ന കാറ്റുകൾ എന്നോ അല്ലെങ്കിൽ അപ്പത്തെ സ്ഥിതി എന്നോ കാലാവസ്ഥാ സ്ഥിതി എന്നൊക്കെ തന്നെ അർത്ഥമുണ്ട് മൗസിമിന്. ആ മൗസിൻ എന്നുള്ള വാക്കാണ് IMD-യുടെ മൊബൈൽ ആപ്പ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വികസിപ്പിച്ച ഔദ്യോഗിക മൊബൈൽ ആപ്പാണ്. പൊതുജനങ്ങൾക്ക് തത്സമയ കാലാവസ്ഥാ വിവരങ്ങൾ, പ്രവചനങ്ങൾ, മുന്നറിയിപ്പുകൾ എന്ന് കിട്ടും. അത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകും 3 മുതൽ 5 ദിവസത്തിന് മുമ്പേ വരെ. കേരളത്തിലെ കാലാവസ്ഥാ വിവരങ്ങളിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ ഓർക്കണം. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ. അതിന് മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ട്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുണ്ട്. അതിന് ചില മുന്നറിയിപ്പ് കോഡുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഒന്ന്, ഇപ്പോൾ ഗ്രീൻ അലർട്ടാണ്, സാധാരണ കാലാവസ്ഥയാണ്, ഡോൺ വറി. അടുത്തത് യെല്ലോ അലർട്ടാണ്, മഞ്ഞ അലർട്ട് വന്ന ജാഗ്രത, കരുതിയിരിക്കണം, സാധാരണ സ്ഥിതിയല്ല. ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം, വളരെ ജാഗ്രത. ആൻഡ് റെഡ് അലർട്ട്, അത്യധികം അപകടം. അപ്പം എങ്ങനെയുള്ള 5 അലർട്ടുകളാണ്. പച്ചയാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രീൻ അലർട്ട്. യെല്ലോ അലർട്ട് മഞ്ഞയാവുമ്പോൾ കുറച്ച് പേടിക്കണം. ഓറഞ്ച് അലർട്ട് വളരെയധികം ജാഗ്രത വേണം. റെഡ് അലർട്ട് അത്യധികം അപകടം ഉണ്ടാകുന്നു. ഇപ്പം നിലവിൽ അപകട സാധ്യതയില്ലാത്ത സാധാരണ കാലാവസ്ഥയാണ് ഗ്രീൻ അലർട്ട് എന്ന് പറയുന്നത്. യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞാൽ ജാഗ്രതാ നിർദ്ദേശം, സാധാരണയിലും അധികം മഴയോ മറ്റു കാര്യങ്ങളോ. ഓറഞ്ച് അലർട്ട് വളരെ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയാണ്, അതിശക്തമായ മഴയോ കാറ്റോ മറ്റ് പ്രതികൂല കാലാവസ്ഥകളോ. റെഡ് അലർട്ട് അത്യധികം അപകടകരമായ സാഹചര്യം, അതിതീവ്ര മഴയോ കാറ്റോ വരാനുള്ള സാധ്യത. ഇപ്പോൾ കേരളത്തിലെ IMD കേന്ദ്രങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. തിരുവനന്തപുരമാണ് കേരളത്തിലെ റീജിയണൽ മെറ്റീരിയോളജിക്കൽ സെന്റർ. കൊച്ചിയിലാണ് നിരീക്ഷണ കേന്ദ്രം. കൊച്ചിയിൽ നിരീക്ഷണ കേന്ദ്രവും തിരുവനന്തപുരത്ത് എന്തുമാണ്, അതിൻ്റെ റീജിയണൽ മെറ്റീരിയോളജിക്കൽ സെന്ററുമാണ് IMD-യുടെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ. മിഷൻ മൗസം IMD-യുടെ ഏറ്റവും പുതിയ ആധുനികവൽക്കരണ പദ്ധതിയാണ്. നമുക്കറിയാം മൗസം എന്നുള്ളത് അതിൻ്റെ ആപ്പുമാണ്. മിഷൻ മൗസം എന്ന് പറഞ്ഞാൽ IMD-യുടെ ഏറ്റവും പുതിയ ആധുനികവൽക്കരണ പദ്ധതിയാണ്. അന്താരാഷ്ട്രത്തിലുള്ള തലത്തിലുള്ള കാലാവസ്ഥാ സംഘടനകളെ നിങ്ങൾ ഓർത്തിരിക്കണം. WMO, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പോലെ ലോകത്തുള്ള സംഘടനയാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ ശാസ്ത്ര അവലോകനം നടത്തുന്ന IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCC, UN ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UN ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇനി സമീപകാല കാലാവസ്ഥാ റെക്കോർഡുകൾ കൂടി ചോദിക്കാം. 2024 ആണ് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷം. അവിടെ സമുദ്രനിരപ്പ് ഉയരൽ വർഷത്തിൽ എത്രയാണ്? സമുദ്രത്തിൻ്റെ നിരപ്പ് 4.5 മില്ലിമീറ്റർ എല്ലാ വർഷവും ഉയരുന്നുണ്ട്. കാരണം എന്താ? ചൂട് കൂടുകയാണ്. ആ ചൂട് മാത്രമല്ല, ഓസോൺ പാളിക്ക് ഈ ധ്രുവപ്രദേശങ്ങളിൽ വിള്ളൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് നേരിട്ട് പ്രവേശിച്ച് അവിടുത്തെ ഹിമം ഒരുങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ പ്രതിവർഷം 4.5 മില്ലിമീറ്റർ വെച്ച് സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് 4.5 സെൻറ്റിമീറ്റർ ഉയരും. 100 വർഷം കൊണ്ട് 4 മീറ്റർ ഉയരും. 4 മീറ്ററൊക്കെ ഉയരും വയ്ക്കും. ഇതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെയൊക്കെ പല ഭാഗങ്ങളും കടലെടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, 13% ആർട്ടിക് കടൽ മഞ്ഞ് നഷ്ടം വരുന്നു.
ഏറ്റവും ഉയർന്ന താപനില ഫലോഡി രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് ഫലോഡി രാജസ്ഥാനിലാണ്. 51 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് 2016 മെയ് മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ മഴ ചെറാപുഞ്ചി മേഘാലയയിലാണ്. വർഷം 11,000 മില്ലിമീറ്റർ ആണ്. 11,000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എവിടെ? മേഘാലയയിൽ ഉണ്ടാകുന്ന വാർഷിക മഴ എത്ര മില്ലിമീറ്റർ ആണ്? 11,000 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ കൂടിയാൽ ഒരു സെന്റിമീറ്ററായി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1100 സെന്റിമീറ്റർ. 1100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മീറ്റർ. ആ വെള്ളം മുഴുവൻ മേഘാലയ ശേഖരിച്ചു വെച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചെറാപുഞ്ചിയിൽ ശേഖരിച്ചു വെച്ചിരുന്നുവെങ്കിൽ, ചെറാപുഞ്ചിയിൽ 10 മീറ്റർ ഉയരത്തിലുള്ള വലിയ വെള്ളക്കെട്ടുണ്ടാവും. ദുരന്ത മാനേജ്മെന്റിലെ സാങ്കേതിക വിദ്യ അതൊന്നാണ് സാറ്റലൈറ്റ് ഇമേജിംഗ്. ഇന്ത്യ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ISROയുടെ റിസാറ്റും കാർട്ടോസാറ്റ് സീരീസും കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങളാണ്. അതുപോലെ ദുരന്ത നിവാരണത്തിനുള്ളതാണ് കൂടി ഓർക്കുക. ഏതൊക്കെയാ? റിസാറ്റ്, കാർട്ടോസാറ്റ്. അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മൾ കാലാവസ്ഥാ പ്രവചനത്തിൽ മെഷീൻ ലേണിംഗ് കൊണ്ടുവന്നു. മൊബൈൽ അലർട്ട് സിസ്റ്റം ഉണ്ട്. ദുരന്ത മുന്നറിയിപ്പുകൾ അടിയന്തരമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കും. മൊബൈൽ ടവറുകളുടെ പരിധിയിലുള്ള എല്ലാ ഫോണുകളിലേക്കും ഇൻ്റർനെറ്റോ SMS പ്ലാനോ ഇല്ലാതെ തന്നെ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയക്കും. ദുരന്ത സമയങ്ങളിൽ വിവരങ്ങൾ വേഗത്തിൽ പ്രചരിപ്പിക്കാൻ ഉള്ള കാര്യം. ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ചില പദ്ധതികൾ നമുക്ക് നോക്കാം. കാലാവസ്ഥ സംബന്ധിച്ച പദ്ധതികൾ. നാഷണൽ അഡാപ്റ്റേഷൻ ഫണ്ട് ഓർക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓഫ് ക്ലൈമറ്റ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഇന്ത്യ കൂളിംഗ് ആക്ഷൻ പ്ലാൻ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ പദ്ധതികളാണ്. നാഷണൽ സോളാർ മിഷൻ 100 ഗഗാവാട്ട് വൈദ്യുതിയാണ് സൗരോർജ്ജത്തിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. അത് 2022 100 ഗഗാവാട്ട് എന്നുള്ളത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രളയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 2018 കേരളത്തിലെ പ്രളയം, 2019 കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടലുകൾ, 2024 വയനാട് മുണ്ടക്കൈ ദിവസം കൂടി ഓർത്തിരിക്കണം. ദുരന്ത നിവാരണ ഏജൻസികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്നാൽ കേരളത്തിൽ തിരുവനന്തപുരത്താണ് റീജിയണൽ മെറ്റീരിയോളജിക്കൽ സെന്റർ. കൊച്ചിയിലാണ് ഇതിൻ്റെ നിരീക്ഷണ കേന്ദ്രം അഥവാ ഒബ്സർവേറ്ററി. മിഷൻ മൗസം IMDയുടെ ഏറ്റവും പുതിയ ആധുനികവൽക്കരണത്തിനുള്ള ടൂളാണ്. 2015 പാരീസ് ഉടമ്പടി, 1997 പ്രോട്ടോകോൾ, 1980 ക്യോട്ടോ പ്രോട്ടോകോൾ, 1987 മോൺട്രിയൽ പ്രോട്ടോകോളും അതുമായി ബന്ധപ്പെട്ടതും ഓർത്തിരിക്കുക. യെസ്, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ 1-2 ഇടവിട്ട ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ 2 പാഠം വേഗം പഠിച്ചു തീർക്കുകയും ചെയ്യും.